ഓം ശാന്തി. ഇന്ന് 18/1/2010 അവ്യക്ത മുരളിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ തീയതി 3/5/2026. ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാര്യം നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതായത് വക്കോളം വെള്ളം നിറഞ്ഞ ഒരു ഗ്ലാസും പിടിച്ച്, അതെ, ഒരു തുള്ളി പോലും കളയാതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു തുള്ളി പോലും താഴെ പോവാൻ പാടില്ല, ആ ഗ്ലാസും പിടിച്ച് വളരെ തിരക്കുള്ള ബഹളമയമായ ഒരു റോഡിലൂടെ നിങ്ങൾ ഓടുകയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഏകാഗ്രത എത്രത്തോളമായിരിക്കും? ശരിക്കും ചുറ്റുമുള്ള ബഹളങ്ങളോ വാഹനങ്ങളുടെ ശബ്ദമോ ഒന്നും നമ്മൾ അറിയില്ല, അല്ലേ? പൂർണ്ണമായ ശ്രദ്ധ ആ ഗ്ലാസ്സിലായിരിക്കും. അതെ അതെ. പുറത്ത് അങ്ങേയറ്റത്തെ കോലാഹലങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ ആ ഒരു അതിയായ ശാന്തതയും ശ്രദ്ധയും നിലനിർത്തുന്ന മാനസികാവസ്ഥ, കർമ്മം ചെയ്യുമ്പോഴും യോഗയുക്തമായിരിക്കുന്ന ആ ഒരു അത്ഭുതകരമായ ബാലൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ബാബ്ദാദ നൽകുന്ന വളരെ ആഴത്തിലുള്ള ചില അറിവുകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തീർച്ചയായും ഈ ഒരു ഉപമ ശരിക്കും വളരെ കൃത്യമാണ്. കാരണം എന്താ പറയുക, നമ്മുടെ ദൈനംദിന ജീവിതം ആ തിരക്കുള്ള റോഡ് പോലെ തന്നെയാണ്. ബാബ്ദാദ ഈ മുരളിയിലൂടെ കൃത്യമായി കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലെ ആ വെള്ളം, ആത്മീയ ശക്തിയല്ലേ? അതെ, ആ ആത്മീയ ശക്തിയും ശാന്തതയും തുളുമ്പിപ്പോകാതെ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യാമെന്നതാണ്. നമ്മൾ കേവലം എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല ഇന്ന് പരിശോധിക്കുന്നത്, ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്, പിന്നെ സ്വയം ഒരു മാസ്റ്റർ സർവശക്തിവാനായി മാറുമ്പോൾ നമ്മുടെ ചിന്തകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ്. ശരിയാണ്. അപ്പൊ ബാബ്ദാദ ഈ സന്ദേശം തുടങ്ങുന്നത് തന്നെ വളരെ മനോഹരമായൊരു ചിത്രീകരണത്തിലൂടെയാണ്. അതായത് സ്നേഹത്തെക്കുറിച്ചാണ് ബാബ പറയുന്നത്. സ്നേഹത്തിന്റെ ഒരു വലിയ വിമാനത്തിൽ, ഒരു പ്ലെയിൻ ഓഫ് ലവ്, അതിലെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ബാബ്ദാദ പറയുന്നു. സാധാരണ നമ്മൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെയാണല്ലോ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഭൗതികമായ എല്ലാ അതിരുകളെയും സമയത്തെയും മറികടക്കുന്ന ഒരു ആത്മീയ വിമാനമാണ് ഈ സ്നേഹം. വളരെ മനോഹരമായൊരാശയം. അതായത് അമൃതവേള മുതൽ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ഹൃദയങ്ങളിൽ ബാബയോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. എന്റെ ബാബ, മധുരമുള്ള ബാബ എന്ന ഗാനമാണ് എല്ലാവരുടെയും ഉള്ളിൽ മുഴങ്ങുന്നത്. അതെ, പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ബാബ്ദാദ ഈ സ്നേഹത്തെ വെറുമൊരു വികാരമായിട്ടല്ല കാണുന്നത്. പിന്നെങ്ങനെയാണ്? അതൊരു വലിയ ശക്തിയാണ്. ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന ഈ ദിവസം വെറുമൊരു സ്മൃതി ദിനമല്ല, മറിച്ച് ഇതൊരു ശാക്തീകരണ ദിനം അഥവാ എംപവർമെന്റ് ഡേ കൂടിയാണെന്ന് ബാബ്ദാദ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു കിരീടധാരണ ദിനമാണ്. കിരീടധാരണ ദിനമോ? എന്തുകൊണ്ടാണ് ബാബ അങ്ങനെ പറയുന്നത്? കാരണം ഈ ദിവസമാണ് ബ്രഹ്മബാബ താൻ അജ്ഞാതനായി മാറി മഹാവീരരായ കുട്ടികൾക്ക് വിശ്വസേവനത്തിന്റെ കിരീടവും സ്മൃതിയുടെ തിലകവും നൽകിയത്. അങ്ങനെ അദ്ദേഹം ഫരിഷ്തയായി, അതായത് ഒരു മാലാഖയായി മാറി. ശരിക്കും സാധാരണ ലൗകിക സ്നേഹം നമ്മളെ പലപ്പോഴും ദുർബലരാക്കുകയോ മറ്റൊരാളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുകയോ ആണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു. എന്നാൽ ബാബയുടെ സ്നേഹം നമ്മളെ സ്വതന്ത്രരാക്കുന്നു, ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തക്കവണ്ണം നമ്മെ ശാക്തീകരിക്കുന്നു. നിക്കൂ, ഈ ശാക്തീകരണം എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ നല്ലതാണ്. പക്ഷെ എനിക്കിവിടെ ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. തീർച്ചയായും. എന്താണ്? അതായത് സ്നേഹം നമ്മെ ശാക്തീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും അനുഭവം മറ്റൊന്നാണ്. അതിരാവിലെ, അതായത് അമൃതവേളയിൽ നമ്മൾ യോഗത്തിലിരിക്കുമ്പോൾ വളരെ നല്ലൊരു ശാന്തതയും ബാബ്ദാദ പറയുന്നത് പോലെയുള്ള ഒരു അശരീരി അവസ്ഥയും ഒക്കെ അനുഭവപ്പെടും. ബോഡിയിലെ സ്റ്റേജ്. അതെ, ശരിക്കും ഒരു ശാക്തീകരണം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു 10 മണിയാവുമ്പോഴേക്കും നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ട്രാഫിക്കിലോ ഒക്കെ എത്തുമ്പോൾ ഈ പറയുന്ന എംപവർമെന്റ് എവിടെയോ പോയി മറയും. ഈ ഒരു ഡിസ്കണക്റ്റ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോ നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു പ്രതിസന്ധിയാണ്. ബാബ്ദാദ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർമ്മവും യോഗവും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതായത് ബാലൻസ് പോകുന്നതാണോ? അതെ അതെ. അമൃതവേളയിൽ നമ്മൾ യോഗിയാണ്. എന്നാൽ പകൽ സമയത്ത് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ, കർമ്മരംഗത്തേക്കിറങ്ങുമ്പോൾ ആ അനുഭവം നിലനിർത്താൻ കഴിയുന്നില്ല. പ്രകൃതി ദുരന്തങ്ങളിലൂടെയോ മറ്റോ ലോകത്തിന്റെ വിനാശം പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് ബാബ്ദാദ ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. അതുകൊണ്ട്
കർമ്മയോഗിയുടെ അവസ്ഥയിൽ വ്യത്യാസം വരാൻ പാടില്ല. ബ്രഹ്മബാബ എങ്ങനെയാണിത് സാധ്യമാക്കിയതെന്ന് നോക്കുക. അദ്ദേഹം നഷ്ടോമോഹ, അതായത് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത സ്മൃതിസ്വരൂപമായി മാറിയിരുന്നു. ആ നഷ്ടോമോഹ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഉപമ വീണ്ടും ഓർമ്മ വരുന്നത്. വെള്ളം തുളുമ്പാതെ നോക്കുന്നത് യോഗം, ഓടുന്നത് കർമ്മം. വളരെ ശരിയാണ്. പക്ഷേ ഒരു സംശയം, ബ്രഹ്മബാബ കുട്ടികളുടെ കൈ പിടിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒന്നിനോടും ആകർഷണമുണ്ടായിരുന്നില്ല എന്ന് ബാബ്ദാദ പറയുന്നുണ്ട്. പ്രായോഗികമായി ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ മനസ്സതിലേക്ക് ഇൻവോൾവ് ആകില്ലേ? തീർച്ചയായും ഇൻവോൾവ് ആകും. പക്ഷേ എങ്ങനെ ഇൻവോൾവ് ആകുന്നു എന്നതാണ് ചോദ്യം. ബ്രഹ്മബാബയ്ക്ക് അത് സാധിച്ചത് വളരെ കാലത്തെ നിരന്തരമായ പരിശീലനം കൊണ്ടാണ് എന്ന് ബാബ്ദാദ വ്യക്തമാക്കുന്നുണ്ട്. ഓ, പ്രാക്ടീസ് വേണല്ലേ? അതെ. ആ കപ്പിലെ വെള്ളവുമായി ഓടുന്ന ആളുടെ ശ്രദ്ധ എവിടെയാണ്? അയാളുടെ ശ്രദ്ധ ചുറ്റുമുള്ള കാഴ്ചകളിലോ സ്വന്തം കാലുകളിലോ അല്ല, മറിച്ച് താൻ കൊണ്ടുപോകുന്ന ആ വെള്ളത്തിലും ലക്ഷ്യത്തിലുമാണ്. നല്ല പോയിന്റ്. അതുപോലെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ബ്രഹ്മബാബ അശരീരിയാകാൻ പരിശീലിച്ചിരുന്നു. ശരീരവും ചുറ്റുപാടുകളുമുണ്ടെങ്കിലും ഞാൻ ഈ ശരീരം പ്രവർത്തിപ്പിക്കുന്ന തികച്ചും വ്യത്യസ്തനായൊരു ആത്മാവാണ് എന്ന ആഴത്തിലുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ ആകർഷണങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ നമ്മൾക്ക് ആ ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള യഥാർത്ഥ കാരണം നമ്മൾ ശരിക്കും ആരാണെന്ന് നമ്മൾ തന്നെ മറന്നുപോകുന്നതാണ്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ബാബ്ദാദ പറയുന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട്. ആത്മാവ് വെറുമൊരു ആത്മാവല്ല, മറിച്ച് ചെയ്യിപ്പിക്കുന്ന യജമാനനാണ്. അതെ, നമ്മളാണ് മാസ്റ്റർ. നമ്മുടെ കണ്ണുകൾ, കൈകൾ, ചെവികൾ എന്നിവയൊക്കെ വെറും ജോലിക്കാർ മാത്രമാണ്. യജമാനൻ സ്വന്തം കസേരയിൽ ഇരുന്നില്ലെങ്കിൽ ഈ ജോലിക്കാർ ആജ്ഞ അനുസരിക്കില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. പഴയ കുട്ടികൾക്കറിയാം. ബ്രഹ്മബാബയുടെ ഡയറി എഴുതുന്ന ശീലമല്ലേ? അതെ അതെ. ബ്രഹ്മബാബ ദിവസാവസാനം തന്റെ കർമ്മേന്ദ്രിയങ്ങൾക്കായി ഒരു രാജകീയ സദസ്സ് അഥവാ റോയൽ കോർട്ട് നടത്തി ഡയറി എഴുതിയിരുന്ന കാര്യം. അന്നെന്റെ കണ്ണുകൾ എന്ത് കണ്ടു, ചെവികൾ എന്ത് കേട്ടു എന്നൊരു യജമാനനെപ്പോലെ അദ്ദേഹം ചോദിക്കുമായിരുന്നു. ശരിക്കും സ്വയം ഒരു യജമാനനായി, അതായത് ചെയ്യിപ്പിക്കുന്നവനായി കാണുക എന്നതാണ് ഇതിന്റെ കാതൽ. ബാബ എല്ലാ കുട്ടികൾക്കും നൽകിയിട്ടുള്ളൊരു വലിയ വരദാനമുണ്ട്. മാസ്റ്റർ സർവശക്തിവാൻ എന്നതാണോ? അതെ, മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി. പക്ഷേ പലരും ഇത് ഉപയോഗിക്കുന്നില്ല. ശക്തികൾ ശരിയായ സമയത്ത് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറില്ലേ? എപ്പോഴും പരാതി പറയാറുണ്ട്. അതിന് കാരണം നമ്മൾ ആ യജമാനന്റെ സീറ്റിൽ ഇരിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സീറ്റിലിരിക്കാതെ ആജ്ഞകൾ നൽകിയാൽ നിങ്ങളുടെ ശരീരവും ഇന്ദ്രിയങ്ങളും അതനുസരിക്കില്ല. ബ്രാഹ്മണ നിഘണ്ടുവിൽ നിന്ന് ചിലപ്പോൾ എന്ന വാക്കെടുത്തു കളയണമെന്നാണ് ബാബ്ദാദ കർശനമായി പറയുന്നത്. ഓ, എപ്പോഴും ആ അധികാരത്തിൽ സ്ഥിതി ചെയ്യണം. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. പറയൂ. നമ്മൾ മനസ്സിൽ വെറുതെ ഞാനാണ് യജമാനൻ, ഞാനാണ് ബോസ് എന്ന് വിചാരിച്ചാൽ മാത്രം കാര്യം നടക്കുവോ? ഇതൊരു കമ്പനിയിലെ സിഇഒയെ പോലെയാണെന്ന് വിചാരിക്കുക. സിഇഒ കസേരയിൽ ഇരുന്നു കൊണ്ട് ആജ്ഞാപിച്ചാലും ജീവനക്കാർ വളരെ ധിക്കാരികളാണെങ്കിൽ അവരനുസരിക്കില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും. ശരിയാണ്. പഴയ സംസ്കാരങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താറില്ലേ? വളരെ നല്ലൊരു പോയിന്റാണിത്. വെറുതെ മനസ്സിൽ ഒരു ചിന്ത കൊണ്ടുവന്നാൽ പോരാ എന്ന് ബാബ്ദാദ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ആ വരദാനത്തിൽ സ്ഥിതി ചെയ്യണം. അതെ, വരദാനത്തിന്റെ ആ ഒരു ബോധത്തിൽ നിൽക്കണം. അതെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരദാനം സാധാരണക്കാരിൽ നിന്നല്ല, സാക്ഷാൽ സർവശക്തനായ അധികാരിയിൽ നിന്നാണ്. ഞാൻ വെറുമൊരാത്മാവല്ല, എനിക്ക് സർവശക്തിവാന്റെ വരദാനം കിട്ടിയിട്ടുണ്ട് എന്ന ആ സ്മൃതിയുടെ ലഹരിയിൽ വേണം കസേരയിലിരിക്കാൻ. ഹോ, ആ ലഹരിയിലാണിരിക്കേണ്ടത്. അതെ അതെ, ആ പൂർണ്ണമായ ബോധ്യത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ അധികാരത്തിന്റെ വൈബ്രേഷൻ നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും എത്തും. നിങ്ങൾ പറഞ്ഞ ആ ഫോൺ സ്ക്രോളിങ്ങിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ പഴയ ശീലത്തിന്റെ മുന്നിലല്ല, മറിച്ച് നിങ്ങൾ ആ യജമാനന്റെ അധികാരസ്ഥാനം ഉപേക്ഷിച്ച് വെറുമൊരു ദുർബലനായ വ്യക്തിയായി സ്വയം കാണുന്നതുകൊണ്ടാണ്. യഥാർത്ഥ സിഇഒയുടെ പവർ അറിഞ്ഞുകൊണ്ട് കസേരയിലിരുന്നാൽ ഒരു പഴയ സംസ്കാരങ്ങൾക്കും നിങ്ങളെ ധിക്കരിക്കാൻ കഴിയില്ല. അത് വളരെ കൃത്യമായൊരു വിശദീകരണമാണ് കേട്ടോ. അപ്പോ ആ ബോധം നിലനിർത്താൻ പ്രായോഗികമായി എന്ത് ചെയ്യണം? ഒരു നല്ല സിഇഒ അല്ലെങ്കിൽ ഒരു രാജാവ് എന്തായാലും തന്റെ ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്യുമല്ലോ. തീർച്ചയായും. അതുപോലെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു ദിനചര്യ ആവശ്യമാണ് എന്ന് ബാബ്ദാദ പറയുന്നു. ഇതു കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമൊക്കെ
ഒരു കൃത്യമായ ടൈം ടേബിൾ കാണും. എല്ലാവർക്കും കാണും അത്. എന്നാൽ നിങ്ങളുടെ മനസ്സിന് അങ്ങനെയുണ്ടോ? അടുത്തൊരു മണിക്കൂർ എന്റെ മനസ്സ് എന്ത് ചിന്തിക്കണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? മനസ്സിന്റെ ഈ ദിനചര്യയെക്കുറിച്ച് ബാബ്ദാദ പറയുന്ന ഉദാഹരണം വളരെ ലളിതവും എന്നാൽ ആഴമുള്ളതുമാണ്. അമ്മമാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വെറുതെ മെക്കാനിക്കലായി ജോലി ചെയ്യുന്നതിനു പകരം എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? തങ്ങളുടെ ബുദ്ധിയിൽ ഏത് സ്വമാനം അഥവാ സെൽഫ് റെസ്പെക്റ്റാണ് വയ്ക്കേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം എന്ന് ബാബ പറയുന്നു. അതായത് ഞാനൊരു അന്നപൂർണയാണ് എന്നൊക്കെയുള്ള ചിന്ത. അതെ, ഞാൻ ഒരു അന്നപൂർണയാണ്, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നവരിലേക്ക് ദൈവിക ശക്തി പ്രവേശിക്കും എന്ന രീതിയിലുള്ള ശക്തമായ ചിന്തകൾ. ശാരീരിക പ്രവർത്തനങ്ങൾക്കൊപ്പം മനസ്സിനെയും ഇങ്ങനെ ഒരു പ്രത്യേക ചിന്തയിൽ കെട്ടിയിടുന്നത് നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫയർ ഡ്രില്ലിനോട് ഉപമിക്കാമെന്നാണ്. ഫയർ ഡ്രില്ലോ എങ്ങനെയെന്നു പറയാമോ? അതായത് ഒരു കെട്ടിടത്തിന് തീപിടിക്കുമ്പോഴല്ലല്ലോ പരിഭ്രാന്തരായി എമർജൻസി എക്സിറ്റ് എവിടെയാണെന്ന് നമ്മൾ തപ്പി നടക്കേണ്ടത്. ശരിയാണ്, അത് മുന്നേ അറിയണം. അതെ, തീ പിടിക്കുന്നതിന് മുൻപേ തന്നെ കൃത്യമായി എക്സിറ്റ് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പരിശീലിച്ചിരിക്കണം. അതുപോലെയാണ് ജീവിതവും. ബാബ്ദാദ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. നാളെ ഒരു വലിയ പ്രകൃതി ദുരന്തമോ പെട്ടെന്നുള്ള മരണമോ സംഭവിക്കാം. അപ്പോൾ പോയി യോഗം ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. തീർച്ചയായും നടക്കില്ല. ജഗദംബയുടെ ഒരു പ്രസിദ്ധമായ മുദ്രാവാക്യം ബാബ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എപ്പോൾ എന്ന് ഒരിക്കലും പറയരുത്, ഇപ്പോൾ. അതായത് നെവർ സേ വെൻ, സേ നൗ. അതെ അതെ, ആ ഫയർ ഡ്രിൽ ഉദാഹരണം വളരെ ശരിയാണ്. ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി, അതൊരു സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമാകാം, സംഭവിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകും. അപ്പോഴല്ല ആത്മീയമായി ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ മുന്നേ തന്നെ തയ്യാറായിരിക്കണം, അല്ലേ? അതെ, ആ ഒരു അശരീരി അവസ്ഥ ദിവസവും പരിശീലിക്കുന്നതാണ് നമ്മുടെ മെന്റൽ ഫയർ ഡ്രിൽ. ജ്ഞാനം, യോഗം, സേവനം, ധാരണ എന്നീ 4 വിഷയങ്ങളിലും പരിപൂർണമായ വൈരാഗ്യത്തോടെ എപ്പോഴും തയ്യാറാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണമെന്ന് ബാബ്ദാദ ആവശ്യപ്പെടുന്നു. ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് കേവലം നമ്മുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടി മാത്രമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ലോകത്തിന് മൊത്തം നമ്മളെ ആവശ്യമുണ്ട്. അതെ, ലോകം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റത്തെക്കുറിച്ച് ബാബ്ദാദ പറയുന്നുണ്ട്. വിദേശത്തു നിന്നുള്ളവരും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധമതക്കാർ തുടങ്ങി എല്ലാ ധർമ്മങ്ങളിലുമുള്ളവരും ഇപ്പോൾ ആത്മീയതയിൽ വലിയ താൽപര്യം കാണിക്കുന്നുണ്ട്. ശരിയാണ്, പഴയകാലമല്ല ഇത്. അതെ, പണ്ടുകാലത്ത് ബ്രഹ്മാകുമാരിമാരെ കാണുമ്പോ അയ്യോ വിനാശം വരുന്നേ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരുന്നവർ ഇപ്പോൾ ചോദിക്കുന്നത് അതെപ്പോൾ, എങ്ങനെ സംഭവിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്. മനുഷ്യരുടെ ആ ഭയത്തിൽ നിന്ന് ആത്മീയ ചോദ്യങ്ങളിലേക്കും തിരിച്ചറിവിലേക്കുമുള്ള ഈ മാറ്റം കാണിക്കുന്നത് ആളുകൾ സത്യമറിയാൻ ദാഹിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ബാബ്ദാദ പറയുന്നത്, ഇനി നിങ്ങൾ സമയം കളയാൻ പാടില്ല എന്ന്. ഇനി സമയമില്ല അല്ലേ? ഒട്ടും സമയമില്ല. പലരും വിചാരിക്കുന്നത് ഇനിയും സമയമുണ്ടല്ലോ, സാവധാനം പുരുഷാർത്ഥം ചെയ്യാമെന്നാണ്. എന്നാൽ സമയം കഴിഞ്ഞാൽ ഈ ലോകത്തുള്ളവർ നിങ്ങളോട് പരാതി പറയും. നിങ്ങൾക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്നവർ ചോദിക്കും. ആ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മുടെ ചുമലിലുണ്ട്. അതായത് ഇനി സാധാരണ പുരുഷാർത്ഥത്തിനുള്ള സമയമില്ല, നമ്മൾ കേവലം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ, മറിച്ചിത് തീവ്ര പുരുഷാർത്ഥത്തിനുള്ള സമയമാണ് എന്ന് ബാബ്ദാദ വളരെ ശക്തമായി ഊന്നിപ്പറയുന്നു. അതെ, തീവ്ര പുരുഷാർത്ഥം. നമ്മൾ വെറുമൊരു സാധാരണ പ്രജയാകാനോ അല്ലെങ്കിൽ കുറച്ചു സമാധാനം കിട്ടാനോ അല്ല ലക്ഷ്യം വെക്കേണ്ടത്. മറിച്ച് ആദ്യ ജന്മം മുതൽ അവസാനം വരെ 21 ജന്മങ്ങൾക്കും പൂർണ്ണമായ സമ്പത്ത് നേടി രാധകുടുംബത്തിൽ വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. സത്യമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഈ സ്നേഹത്തിന്റെ ശാക്തീകരണം, കർമ്മവും യോഗവും തമ്മിലുള്ള ബാലൻസ്, ആ യജമാനന്റെ സീറ്റിലിരിക്കല്, പിന്നെ മനസ്സിന്റെ ടൈം ടേബിൾ, ഇതെല്ലാം ഈ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഇന്നത്തെ വരദാനത്തിലും സ്ലോഗനിലും അവ്യക്ത സൂചനയിലും ബാബ്ദാദ നൽകുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ വരദാനം വളരെ ശക്തമാണ്. ബാബ്ദാദ പറയുന്നു, ശക്തിശാലി സ്ഥിതിയിലൂടെ രചനയുടെ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കുക. മാസ്റ്റർ രചയിതാവ്.
അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ അലസതയും അശ്രദ്ധയുമൊക്കെ ഉപേക്ഷിച്ച് ഉള്ളിലെ ആ ജ്യോതിസ്വരൂപത്തെ പ്രത്യക്ഷമാക്കണം. നമ്മളാണ് രചയിതാവ്. നമ്മൾ സൃഷ്ടിച്ച കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഭൗതികമായ ഒരു വസ്തുവിനോ നമ്മെ ആകർഷിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയില്ല എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതെ അതെ. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇന്നത്തെ സ്ലോഗനം. ബാബ പറയുന്നു, ഒരു സാഹചര്യത്തിനും അലിയിക്കാൻ കഴിയാത്ത വിധം മനസ്സിന്റെ സ്ഥിതി ഉറപ്പുള്ളതാക്കൂ. എന്തു വന്നാലും മനസ്സിളകാൻ പാടില്ല, അല്ലേ? അതെ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആരെന്ത് പറഞ്ഞാലും മനസ്സിലാകാൻ പാടില്ല. അവ്യക്ത സൂചന നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ദൃഢവും ഏകരസവുമായ സ്ഥിതി നിലനിർത്തുക. സേവനരംഗത്ത് നിമിത്തമായിട്ടുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങളിൽ നമ്മൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. എന്നാൽ ബാബ പറയുന്നു, അങ്ങനെ കൺഫ്യൂസ്ഡ് ആകരുത് എന്ന്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക വഴികളാണ്. വളരെ ശരിയാണ്. അപ്പോൾ ഈ പഠനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് സ്രോതസ്സിൽ നിന്നും ലഭിച്ച ഈ അറിവുകളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കായി ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കാം. തീർച്ചയായും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതുമാവട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുകയാകാം, ഭക്ഷണം കഴിക്കുകയാകാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാകാം, ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, നിങ്ങളുടെ മനസ്സിന്റെ ആ സിംഹാസനത്തിൽ ഇപ്പോൾ ആരാണ് ഇരിക്കുന്നത്? നല്ലൊരു ചോദ്യം. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ ഫോണിലെ നോട്ടിഫിക്കേഷനുകളോ പഴയ കോപമോ സങ്കടങ്ങളോ ആണോ ആ കസേരയിലിരിക്കുന്നത്? അതോ ഈ സാഹചര്യങ്ങളെയും നിങ്ങളുടെ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്ന സർവശക്തനായ ആ യഥാർത്ഥ യജമാനൻ, അതായത് നിങ്ങളാണോ ആ സിംഹാസനത്തിലിരിക്കുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കൂ. ഓം ശാന്തി. ഓം ശാന്തി.